വെങ്കിട്ടേഷ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയം വരിക്കുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും ജീവിതത്തിൽ വിജയിക്കാറില്ല. ജീവിതത്തിൽ വിജയിക്കുക എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് സാമ്പത്തികമായി വിജയിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണെന്ന് മനസ്സിലാക്കുക, അല്ലാതെ മറ്റ് ജീവിത വിജയങ്ങളല്ല. അങ്ങനെ തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആരും എങ്ങും എത്താത്ത അവസ്ഥ തന്നെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സാമ്പത്തികമായി വിജയിക്കുക, മറ്റുള്ളവർ കാണുമ്പം വലിയൊരു പദവിയിലെത്തുക, അവർ ആഗ്രഹിച്ച ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് അതിൽ വിജയം നേടുക, സെലിബ്രിറ്റി ലെവലിലെത്തുക തുടങ്ങിയ വിജയങ്ങളാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലിസ്റ്റിൽപ്പെട്ട നക്ഷത്രക്കാർ, ആ ലിസ്റ്റുകൾ എടുക്കുവാണെങ്കിൽ മിക്കപ്പോഴും ആ നക്ഷത്രക്കാർ തന്നെയായിരിക്കും അതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാരുടെ ലിസ്റ്റ് പറയുന്നതിന് മുമ്പായിട്ട് വെങ്കിട്ടേഷ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങൾ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ നക്ഷത്രമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നു. രോഹിണി നക്ഷത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് വിജയിക്കുന്നത് സാമ്പത്തികമായിട്ട് വിജയിക്കുന്നതിന് മുമ്പായിട്ട് കുറേ കാലം ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒരുപാട് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങളെ പാഠം പഠിപ്പിക്കാനായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് നിങ്ങൾ പുതിയ പാഠം ഉൾക്കൊണ്ട് പുതിയൊരു വ്യക്തിയായി തീരുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് വലിയതായിട്ട് ഉയരാനായിട്ട് ചില കാര്യങ്ങളിൽ ചിലപ്പം രോഹിണി നക്ഷത്രം തോറ്റുപോയെന്ന് വരാം. സാമ്പത്തികമായി ചിലപ്പോൾ തോറ്റുപോയെന്ന് വരാം. ചിലപ്പോൾ ഭവനമില്ലാത്ത അവസ്ഥയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സ്വന്തം കലാപരമായ കഴിവിലൂടെ വളർന്നു വരാൻ ഇവർക്ക് സാധിക്കും. ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സമ്പത്തിന് കൂടുതൽ വില നൽകുകയും കൂടുതൽ സമ്പത്തിനെ ആകർഷിക്കുകയും കൂടുതൽ സമ്പത്തിനെ നേടുകയും ചെയ്യുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. മാത്രമല്ല ചില ആളുകൾ, വളരെ കുറച്ച് ആളുകളിൽ മാത്രം വിദേശ യാത്രാ യോഗങ്ങളും ഉണ്ട്. എല്ലാവർക്കും ഇല്ല. സാമ്പത്തിക വിജയം എല്ലാവർക്കും ഉണ്ടാകും. എത്ര സമ്പത്തില്ലെങ്കിലും സ്വന്തമായി വാഹനം കരസ്ഥമാക്കുന്ന ഒരു സ്വഭാവം രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ട്. സമ്പത്തില്ല എങ്കിലും തീർച്ചയായും മറ്റെന്തെങ്കിലും ഉപാധികൾ ഉപയോഗിച്ച് കടമെന്ന രീതിയിൽ വാഹനം നേടിയെടുക്കാനുള്ള കഴിവ് രോഹിണി നക്ഷത്രക്കാർക്കുണ്ട്. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇവർക്ക് സമ്പത്തുണ്ടോ ഇല്ലയോ എന്നൊന്നും കണ്ടെത്തി തിരിച്ചറിയാണ്ട് പറ്റിയില്ല. രണ്ടാമത് നല്ല വൃത്തിയായി മെനയായിട്ട് നടക്കുക, ഒരുങ്ങി നിൽക്കുക എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് കാഴ്ചയിൽ മറ്റുള്ളവർ മാറ്റി നിർത്താനായിട്ട് പോകുന്നില്ല. അമിതമായി ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്ന സ്വഭാവത്തിലല്ല, ആവശ്യത്തിന് കൂടുതൽ ഉറങ്ങുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാർ. ഒരു കാര്യം അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിബന്ധങ്ങൾ വന്നു കഴിഞ്ഞാലും അവരതിനെ തരണം ചെയ്ത് അവരുടെ ലക്ഷ്യത്തിൽ അവരെ എത്തിച്ചേരും. പുരുഷന്മാരും സ്ത്രീകളും ഏകദേശം ഒരുപോലെ തന്നെയാണ് ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത്. പക്ഷേ ഒരു 38 വയസ്സ് കഴിയുമ്പോൾ ഇവർക്ക് തീർച്ചയായും പിന്നീട് ഇവർക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കാനൊന്നും പറ്റുന്നില്ല. ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പിന്നെ വിജയിക്കാറില്ല. 38-39 വയസ്സ് കഴിഞ്ഞ പിന്നെ രോഹിണി നക്ഷത്രത്തിൽപ്പെട്ടവർ അത്ര വലിയ പരിശ്രമമോ കഠിനപ്രയത്നമോ ഒന്നും ചെയ്യത്തില്ല. ഏകദേശം ഇവരുടെ ഒരു നല്ല കാലമെന്ന് നമ്മൾ പറയുന്നത് 12 വയസ്സ് മുതൽ 39 വയസ്സ് വരെയാണ്. അതിനോടുള്ളിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ അത്ഭുതകരമായിരിക്കും. അതിനുശേഷം ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രവർത്തികളും ഉണ്ടാവുകയില്ല, കലാപരമായ കാര്യങ്ങളും ഉണ്ടാവില്ല. സാധാരണ ഒരു ജീവിതം മുന്നോട്ട് എങ്ങനെ പോകും അതുപോലെ അവർ പോകത്തുള്ളൂ. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു രീതി. പിന്നെ കുറേ കാലത്തേക്ക് ഇവർ ലീവ് എടുക്കുന്നതിന് തുല്യമാണ്. ജോലി സ്ഥലത്തൊന്നും വലിയ രീതിയിൽ തിളങ്ങുന്നില്ല, എല്ലാം സമാനമായ അവസ്ഥ. എന്നാൽ ആദ്യകാലത്ത് ഇവരെ കാണുന്ന കാലത്ത് ഇവർ വലിയ കാര്യങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നതാണ് എപ്പോഴും ആളുകൾ കാണുന്നത്. എപ്പോഴും ആകാംക്ഷയായിരിക്കും മറ്റുള്ളവർക്ക് ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു അത്ഭുതമായിരിക്കും എപ്പോഴും ഇവരെ കാണുമ്പോൾ. 39 കഴിയുമ്പോൾ പിന്നെ അത് അവസാനിച്ചു. 39 വയസ്സിന് ശേഷം പിന്നീട് 48 വയസ്സ് വരെ ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ അനക്കവും കാണുകയില്ല. ഇപ്പോൾ സെലിബ്രിറ്റി മേഖലയിലായിക്കോട്ടെ, സിനിമാ ഫീൽഡ് രംഗമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കലാപരമായ കാര്യങ്ങളുടെ പാട്ടായിക്കോട്ടെ, ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന രോഹിണി നക്ഷത്രക്കാരാണെങ്കിലും ഒരു ലീവ് എടുക്കും. ലീവ് എന്ന് പറഞ്ഞാൽ ജോലി അവർ ചെയ്യും, ജോലി നിർത്തിയിട്ട് പോകുന്നല്ല, പക്ഷേ പഴയത്ര ശോഭിക്കുകയില്ല. അതിനുശേഷം ഒരു 48-46 വയസ്സെത്തുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം വീണ്ടും ഇവർ പഴയ തരത്തിൽ തന്നെ ആ ഒരു സ്വഭാവ രീതി കൊണ്ടുവരും. പിന്നീട് 55 വയസ്സ് വരെ ഇവർ അതേ രീതി, എങ്ങനെയാണ് ചെറുപ്പകാലത്ത് മറ്റുള്ളവർക്ക് ഒരു അത്ഭുത വ്യക്തിയായിട്ട് തോന്നിയത് അതേ രീതിയിൽ ജീവിക്കും. 55 വയസ്സിന് ശേഷം പിന്നെ ഇവരുടെ ആയുസ് എത്രയുണ്ടോ അത്രയും കാലത്തേക്ക് പിന്നെ സാധാരണ ചെയ്യും. പിന്നെ ഇവരിൽ നിന്നും വലിയ കാര്യങ്ങൾ നമുക്ക് കാണാനൊക്കെ ഒക്കത്തില്ല. വളരെയധികം അവർ ഒതുങ്ങിയിരിക്കും. അങ്ങനെ ഒരാളുടെ അനക്കം ഉണ്ടോ എന്ന രീതിയിലുള്ള നടപ്പും ഭാവവും ഒക്കെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഈ ഒരു കാലമുണ്ടല്ലോ, ഞാൻ പറഞ്ഞു 12 വയസ്സ് മുതൽ ഏകദേശം 39 വരെയും, അതിനുശേഷം ഒരു 40-46 വയസ്സിന് ശേഷം ഒരു 58 വയസ്സ്, 56-55 വയസ്സ് വരെ, 58 വയസ്സ് വരെ നീണ്ടുപോകുന്നവരുണ്ട്, എങ്കിലും 55 വരെ നമുക്ക് പറഞ്ഞാൽ മതി.
55 വയസ്സ് വരെ ചെല്ലുന്നവരും സാമ്പത്തികമായിട്ട് വളരെയധികം വളർന്നിട്ടുണ്ടാവും. അത് മുൻകാലത്തുണ്ടായിരിക്കുന്ന സമ്പത്തിൻ്റെ അവസ്ഥയാവുമല്ലോ അവരുടെ കയ്യിൽ അപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ശ്രമജീവിതമായാലും മതി എന്ന് തന്നെ അവർ വെക്കും. കാരണം എല്ലാം നേടിയിട്ടുണ്ടാവും. അതിനോട് സമ്പത്തിൻ്റെ ഏതെല്ലാം അറ്റത്തും നേടിയെടുക്കാമ്പോൾ സ്വന്തം കലാപരമായ പ്രവർത്തികളിലൂടെ നടത്തിയെടുക്കാൻ അവർക്ക് കഴിവുണ്ട്. ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ളവരുടെ ക്ഷുദ്രപ്രയോഗത്താലോ മറ്റുള്ളവരുടെ അസൂയയാലോ മറ്റുള്ളവർ നിരന്തരമായി തടസ്സങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ടോ ഒരു പക്ഷേ ചെറുപ്പകാലത്ത് സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത ആളുകൾ 39 വയസ്സ് കഴിഞ്ഞാലും സാമ്പത്തികമായി രക്ഷപ്പെടാറില്ല. അതിനുശേഷം ആരാണോ തടസ്സപ്പെടുത്തിയത് ആ ആളുകളും മറ്റുള്ളവരൊക്കെ ഏകദേശം ഒരു ഉപദ്രവത്തിൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ 40-46 വയസ്സിന് ശേഷം ഇവർ രക്ഷ പ്രാപിക്കുന്നതാണ്. സാമ്പത്തിക രക്ഷ പ്രാപിക്കുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന ആളുകളാവുകയില്ല തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റേതെങ്കിലും വ്യക്തി എന്തെങ്കിലും പ്രവർത്തികളോ പ്രയോഗങ്ങളോ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് തടസ്സം അനുഭവിക്കും. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ 2 തവണ നിങ്ങൾ രക്ഷപ്പെടുന്നുമുണ്ട്. രണ്ടാമത്തെ തവണ നിങ്ങൾ തീർച്ചയായും രക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കുക. സാമ്പത്തികമായിട്ട് മാത്രം, മറ്റ് കാര്യങ്ങളൊന്നും നമ്മളിവിടെ പറയുന്നില്ല. കാരണം അതൊക്കെ ദൈവത്തിൻ്റെ വിധി മാതിരിയാണ്. അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്ന നക്ഷത്രം പൂരാട നക്ഷത്രക്കാരാണ്. പൂരാട നക്ഷത്രക്കാർക്ക് വളരെയധികം വ്യത്യസ്തമായ സ്വഭാവമാണ്. ചില ആളുകൾ ജനിക്കുന്ന സമയം വളരെ നല്ലതായിരിക്കും. ചില ആളുകൾ ജനിക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ ചില ദോഷങ്ങളുണ്ടാകാൻ സാധ്യത. എങ്കിലും 44 വയസ്സിന് ശേഷമാണ് ജീവിതം ഇവരുടെ കരപിടിക്കുന്നത്. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും 44 വയസ്സിന് ശേഷമാണ് ഇവർക്ക് ഉയർച്ചയുണ്ടാകും, സമ്പത്തുണ്ടാകും, വാഹനമുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് 44 വയസ്സിന് ശേഷമാണ്. അതിനു മുമ്പ് ഇവരുടെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും. വളരെയധികം പരീക്ഷണങ്ങൾ, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പുരാടവും രോഹിണിയും തമ്മിലുള്ള ഒരു പൊരുത്തത്തെക്കുറിച്ച്. ആ ഒരു വീഡിയോ പറഞ്ഞിരിക്കുന്ന പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ മുഖം തിരിച്ച് കാണിക്കുന്ന അവസ്ഥകൾ ജീവിതത്തിൽ ഉടനീളം വരികയും പെട്ടെന്ന് സെൻറ്റിമെൻറ്റ്സിന് ഇടയാവുന്ന, പെട്ടെന്ന് തന്നെ മൈൻഡ് പെട്ടെന്ന് ദുഃഖത്തിലേക്ക് പോകുന്ന ഒരു നക്ഷത്രമാണ് പുരാടം. അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും ഇവരുടെ തല വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇവർക്ക് ഒരുപാട് സങ്കടത്തിൻ്റെ ഭാരമായിരിക്കും 44 വയസ്സ് വരെ ഉണ്ടാവുക. 44 വയസ്സിന് ശേഷം എന്ത് സംഭവിച്ചാലും ഭാരമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിൽ ഇവർ മുന്നോട്ടിറങ്ങുന്നുണ്ട്. മുന്നോട്ട് വളരെ വേഗത്തിൽ വിജയിച്ച് പോകാൻ പറ്റും. യാത്രക്കിടയിൽ സ്വന്തമായ ചിന്ത കൊണ്ടും ഫോക്കസ് കിട്ടാത്ത അനുഭവം കൊണ്ടും മറ്റുള്ളവർ ക്യാൻവാസ് ചെയ്യുന്നതുകൊണ്ടും അവരുടെ പിടിപ്പെടുകയാണെങ്കിൽ ഇവർക്ക് വീണ്ടും രക്ഷപ്പെടാൻ കുറേ കൂടി കാലതാമസം ഉണ്ടാകുമെന്ന് മനസ്സിലാവുക. 44 വയസ്സ് കഴിഞ്ഞ പുരാട നക്ഷത്രക്കാരാണെങ്കിൽ സ്വന്തം ആറ്റിറ്റ്യൂഡിലും സ്വന്തം കാര്യത്തിലും വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം വിജയിക്കും എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങളെ പുറകോട്ട് വലിക്കാനും തടസ്സപ്പെടുത്താനും ആളുകളുള്ള ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് മനസ്സിലാക്കുക. എല്ലാം വളരെ ബുദ്ധിമുട്ടിയായിരിക്കാം നിങ്ങൾ നേടിയെടുക്കുന്നത്. സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഇതേ അനുഭവമാണ് എന്ന് പറയാം. എങ്കിലും കൃത്യമായി മറ്റുള്ളവർക്കൊരു റോൾ മോഡലാക്കാനുള്ള കഴിവൊക്കെ മറ്റുള്ളവർക്ക് പുരാട നക്ഷത്രക്കാർ ചെയ്യുന്ന പല പ്രവർത്തികളും മറ്റുള്ളവർക്ക് കഴിയാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് പറ്റും. അത് മറ്റുള്ളവർക്ക് ഒരു അത്ഭുതം തന്നെയാണ്. അപ്പം ലൈഫിൽ വർക്കിൻ്റെ കാര്യത്തിലും അവരുടെ ജോലിയുടെ കാര്യത്തിലും വളരെയധികം വിജയിക്കുന്ന നക്ഷത്രമാണ് പുരാട നക്ഷത്രം. ആർക്കും അങ്ങനെ എതിരഭിപ്രായം അവരുടെ ജോലിയെപ്പറ്റി ഉണ്ടാവണമെന്നില്ല. അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പുണർന്നം നക്ഷത്രക്കാരെ കുറിച്ചാണ്. പുണർന്നം നക്ഷത്രക്കാർ ഒരിക്കലും ബിസിനസ് ചെയ്യുകയില്ല. അവർക്കിഷ്ടം എവിടെയെങ്കിലും ജോലിക്ക് നിൽക്കുക എന്ന് പറയുന്നൊരു കാര്യം മാത്രമായി. കൃത്യമായി ഒരു ഡേറ്റ് ശമ്പളം വരുന്നു, ആ ശമ്പളത്തിന് ധാരാളം വസ്തുക്കൾ വാങ്ങുന്നു, ചിലവാക്കുന്നു, ആ പൈസ മുഴുവൻ തീരുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുന്നു, അടുത്ത ശമ്പളം വരുന്നു, അതിനെ തീർക്കുന്നു. പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇതേ ഒരു പാതയാണ് പിന്തുടരുന്നത്. ജീവിതത്തിൽ യാതൊരു വിധ നീക്കിയിരിപ്പും അവരുടെ കയ്യിൽ ഉണ്ടാവുകയില്ല. പക്ഷേ ഇവർക്ക് പാരമ്പര്യ സ്വത്തോ പൂർവ്വ സ്വത്തോ കിട്ടും സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വിവാഹത്തിന് ശേഷമുള്ള സ്വത്തിൻ്റെ വരവുകൾ, മറ്റ് സ്വന്തമായ ഭവനം തുടങ്ങിയവരുടെ അടുത്തേക്ക് എത്തും. ഇവരെ തന്നെ കൂടുതൽ അധ്വാനിക്കേണ്ട ആവശ്യം വരികയില്ല. മാത്രമല്ല എല്ലാവരും അധികമായിട്ട് ഇവർക്ക് പൊരുത്തം കൂടുതലായതുകൊണ്ട് തന്നെ ആളുകൾ ഇവരെ ഇഷ്ടപ്പെടുകയും അംഗീകരിക്കുകയും ധാരാളം സുഹൃത്തുക്കളോടൊപ്പം വലയം ചെയ്തായിരിക്കും ഇവരെ കാണുക. പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുണർന്നം നക്ഷത്രക്കാരെ കാണുന്ന എപ്പോഴും സുഹൃത്തുക്കളോടൊപ്പം വലയം ചെയ്തിട്ടായിരിക്കും. കാരണം വെച്ചാൽ ഇവർക്ക് ധാരാളം പൊരുത്ത നക്ഷത്രക്കാർ കൂടെയുണ്ട്. ഇനി സിനിമ സീരിയൽ മറ്റ് സെലിബ്രിറ്റി ലെവലിലൊക്കെ തിളങ്ങാൻ ഇവർക്ക് വളരെ വേഗത്തിൽ സാധിക്കുന്നതാണ്. ഇവരുടെ ലക്ഷ്യം എപ്പോഴും കലാപരമായ കാര്യങ്ങളിലായിരിക്കും. പക്ഷേ കാര്യങ്ങളെപ്പോഴും പൂർണ്ണമായിട്ട് പഠിച്ചിട്ടാവുകയില്ല. ഇവർക്ക് അറിവില്ലാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിൽ ഇവരെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവരെ വിജയിക്കും. സ്വന്തം വിദ്യാഭ്യാസം കൊണ്ടുള്ള നേട്ടമൊന്നുമല്ല ഇവർക്ക് ഇപ്പോഴും കിട്ടുന്നത്. അതുപോലെ കലാപരമായ കാര്യങ്ങളിലാണെങ്കിൽ ഒരു പക്ഷേ മറ്റു കാര്യങ്ങൾ ഇവർക്ക് വലിയ വിവരമൊന്നും ഉണ്ടാവണമെന്നില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് മുന്നോട്ട് പോകും.
പക്ഷെ സാമ്പത്തികമായി ഇവർ ഭാവിയിലാണ് വിജയിക്കുക. ഒരു 36 വയസ്സിന് ശേഷം ഇവർ സാമ്പത്തിക വിജയമാണ്. അത് മറ്റുള്ളവർ കൊടുക്കുന്നതായിരിക്കും. സ്വന്തമായ അധ്വാനത്തിൻ്റെ ഫലം മിക്കപ്പോഴും തീർന്നു പോയിട്ടുണ്ടാവും. പൂർവ്വ സ്വത്തിൽ നിന്നാണ് ഇവർക്കെല്ലാം കിട്ടുന്നത്. അല്ല, മറ്റുള്ളവരുടെ ഒരു സഹായം എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ ഒരു കാര്യത്തിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്ന പല കാര്യത്തിലും ഇവർ എത്തിച്ചേരും. എപ്പോഴും സന്തോഷം ഇവർക്ക് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്, വീടിനകത്തു നിന്നല്ല, പുറത്തുനിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇവർക്ക് എപ്പോഴും ഇഷ്ടം. ഇതുകൊണ്ട് തന്നെ വേണമെങ്കിൽ കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളായിട്ട് നമുക്ക് പറയാം. ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖം വെച്ചിട്ട് ഇവർ നടന്നാലും കൂടുതൽ സന്തോഷിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു, യാത്രകൾ പോകുന്നു, അങ്ങനെ അങ്ങോട്ട് ലൈഫ് തീർക്കുന്നു. എല്ലാവരും കൊണ്ടും പറ്റത്തില്ല. എല്ലാവർക്കും എല്ലാ സ്ഥലത്തും യാത്ര പോകാൻ പറ്റത്തില്ല. എല്ലാവർക്കും ധാരാളം സുഹൃത്തുക്കളില്ല. എല്ലാവരുടെ അടുത്തോട്ട് പൂർവ്വ സ്വത്ത് വരത്തുമില്ല. എല്ലാവരും ഒരാളെ അംഗീകരിച്ച് കൊടുക്കുന്നില്ല. പക്ഷേ പുണർ നക്ഷത്രക്കാരെ ധാരാളം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ആളുകൾക്കിടയിൽ തിളങ്ങാനായിട്ട് സാധിക്കും. മിക്കവർക്കും ഒരു ചെറിയ ലക്ഷ്യം അത് മാത്രമേ ഉണ്ടാവുള്ളൂ. 10 പേരുടെ മുമ്പ് തിളങ്ങുക എന്ന് പറയുന്നത് മാത്രമേ കാണൂ. അതിലപ്പുറം വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായും അതും അവരുടെ ഒരു വിജയമാണ്. നമുക്ക് വിജയിക്കുന്ന നക്ഷത്രത്തിൻ്റെ കൂട്ടത്തിൽ പുണർ നക്ഷത്രക്കാരെ കൂട്ടാം. അടുത്തായിട്ട് നമ്മൾ വിജയിക്കാനുള്ള നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ നക്ഷത്രമാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മളിവിടെ തിരഞ്ഞെടുത്ത നക്ഷത്രങ്ങളാണ് പറയുന്നത്. ഒരുപാട് നക്ഷത്രമുണ്ട്, 27 ഒരുപാട് പേരുണ്ട്. പക്ഷേ എല്ലാം കൂടി ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നില്ല. അതുകൊണ്ട് തിരഞ്ഞെടുത്ത നക്ഷത്രങ്ങളെയാണ് പറയുന്നത്. അവസാന നക്ഷത്രമാണ് നമ്മൾ പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ ജീവിതത്തിൽ വിജയിക്കുന്ന എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് ഇവരുടെ നല്ല കാലം. ഇത് സ്ത്രീകൾക്കാണ്. പുരുഷന്മാർക്കാണെങ്കിൽ 12 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണ് നല്ല കാലമെന്ന് പറയുന്നത്. നല്ല ആരോഗ്യവും ശക്തിയും സൗന്ദര്യവും ഒക്കെ കിട്ടുന്ന ഒരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. അശ്വത നക്ഷത്രമോ പുരാട നക്ഷത്രക്കാരുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ വഴക്കുണ്ടാവാതെ ഇവർ മാറുന്ന ഒരു കാര്യമില്ല. കാരണം പൊരുത്തം എന്ന് പറയുന്നൊരു കാര്യമേ ഇല്ല. വൻ വാക്കുതർക്കവും കയ്യേറ്റവും മുതലായ കാര്യങ്ങളും ഉണ്ടാവാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അശ്വത നക്ഷത്രക്കാരുടെ മുന്നിലോ പുരാട നക്ഷത്രക്കാരുടെ മുമ്പിലോ പോയി കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. കാരണം തൃക്കേട്ട നക്ഷത്രക്കാരല്ല പ്രതികരിക്കുക, മറ്റവരായിരിക്കും പ്രതികരിക്കുക. അതായത് അശ്വതക്കാരും പുരാടംകാരുമായിരിക്കും ആദ്യം പ്രശ്നം സൃഷ്ടിക്കുക. ഒരു പക്ഷേ നിങ്ങൾ പറയുന്നൊരു കാര്യം ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ വൻ പ്രശ്നത്തിലേക്ക് പോകും. ഏറ്റവും കഠിനമായി വികർഷണം എന്ന് പറയുന്ന സംഭവിക്കുന്നത് അശ്വ നക്ഷത്രക്കാരുമായിട്ട്. വളരെ കഠിനമായ വികർഷണമാണ് തൃക്കേട്ടയുമായിട്ടുള്ളത്. അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ ഒരു കാരണവശാലും അശ്വത നക്ഷത്രക്കാർ ആരെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ വ്യക്തി ഏത് നക്ഷത്രപ്പെട്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അശ്വതി മാത്രമല്ല, ഒരുപാട് നക്ഷത്രക്കാരുടെ തൃക്കേട്ടയ്ക്ക് വരുത്തുമില്ല, പൊരുത്തമുള്ളവരുണ്ട്. പക്ഷേ ഏറ്റവും കട്ടി അശ്വതിയായിട്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കി ധാരാളം ആളുകളോട് പൊരുത്തമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ജീവിതത്തിൽ വിജയം നേടാനായിട്ട് പറ്റുന്നതാണ്. വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങൾക്ക് ഉയരാൻ പറ്റും. ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിലും സഭയിലുമൊക്കെ കയറി ചെന്ന് സ്റ്റേജിലൊക്കെ കയറി നിൽക്കാനും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുവാനും വലിയൊരു സമൂഹത്തെ നയിക്കാനുമുള്ള കഴിവുള്ളവരാണ് തൃക്കേട്ട നക്ഷത്രം. പക്ഷേ ജീവിതത്തിൽ അടിക്കടി പരീക്ഷണ ഘട്ടങ്ങളുണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, അരയ്ക്ക് താഴോട്ടുള്ള രോഗങ്ങൾ പ്രശ്നങ്ങളെല്ലാം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കാര്യങ്ങൾ എപ്പോഴും തൃക്കേട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. കാലുവേദന, അസ്ഥി തേയ്മാനം തുടങ്ങിയ കാലം, മുട്ടുവേദന പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായി ഡോക്ടറെ പോയി കാണണം. ബാക്കി എല്ലാം കൊണ്ടും ഇവരുടെ ലൈഫിൽ സാമ്പത്തികമായിട്ട് ഇവർ ഉയരും, സെലിബ്രിറ്റി ലെവലിൽ ഇവർ ചെയ്യും. കലാപരമായ ഒരു കാര്യം അറിയാമെങ്കിൽ ഇവർ ആ ഒരു ഫീൽഡ് വിട്ട് വേറെ പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കലാപരമായ കാര്യത്തിൽ, സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. അത് ആ വ്യക്തിയുടെ കഴിവ് കൊണ്ടിരിക്കും. ഒരു പക്ഷേ ഒട്ടും സാമ്പത്തികമില്ലാത്ത അവസ്ഥ വരാവുന്ന തൃക്കേട്ട നക്ഷത്രക്കാരുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ട് വിജയിക്കുന്നത് കലാപരമായ വിജയത്തിനോടൊപ്പം സമ്പത്തിനെ സ്നേഹിച്ചാൽ കൂടുതൽ സമ്പത്തത്വം മനസ്സിലാവുക. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർ വലിയൊരു വിജയമായിരിക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. രവിക്കുട്ടൻസ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക് യു.